നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തെല്ലാം പുറത്തു വരാത്തത് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നടക്കുന്നത്. പുറത്തു വരാത്തത് സിനിമകളിലെ ക്ലൈമാക്സിനെ പോലും വെല്ലുന്ന വിവരങ്ങളാണെന്നാണ് സൂചനകൾ. 296 പേജ് റിപ്പോർട്ടിലെ ചില പേജുകൾ പൂർണ്ണമായി പുറത്തുവിട്ടിട്ടില്ല. ഇങ്ങനെ ഒഴിവാക്കിയ പേജുകൾക്ക് പുറമെ റിപ്പോർട്ടിൻ്റെ അനുബന്ധമായി ചലച്ചിത്ര മേഖലകളിലെ നടിമാരും സാങ്കേതിക പ്രവർത്തകരും നൽകിയ മൊഴികൾ അടങ്ങുന്ന 400 പേജ് വരുന്ന ഭാഗവും അകത്ത് തന്നെയാണ്. ലൈംഗിക ആവശ്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും ക്ഷണിക്കുന്നതുമായ ഉന്നതരുടെ ഉൾപ്പെടെ വാട്സാപ്പ് ചാറ്റുകളുടെ വിവരണം, സ്ക്രീൻഷോട്ടുകളുടെ പകർപ്പ്, കമ്മിറ്റി രേഖപ്പെടുത്തിയ ഒപ്പിട്ട് വാങ്ങിയ മൊഴികൾ എന്നിവയാണ് അനുബന്ധത്തിൽ ഉള്ളത് എന്ന് അറിയുന്നു. ചില സ്ത്രീകൾ രഹസ്യമായി റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളും സംഭാഷണങ്ങളും മറ്റും ഉൾപ്പെടുന്ന പെൻഡ്രൈവുകളും സീഡികളും മറ്റും അനുബന്ധത്തിൻ്റെ ഭാഗമായുള്ള ഇലക്ട്രോണിക് രേഖകളാണ്. നടന്മാരും സംവിധായകരും ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ പേരുകൾ ഇതിൽ പരാമർശിക്കുന്നതായും പറയുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെ പുരുഷന്മാരായ ചലച്ചിത്ര പ്രവർത്തകർ നടത്തിയ പരാമർശങ്ങളും മൊഴികളും അനുബന്ധത്തിൻ്റെ ഭാഗമാണ്. പ്രധാന റിപ്പോർട്ടിൽ 296 പേജുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്നു എന്ന പേരിൽ 48, 49 എന്നീ ഖണ്ഡികകളും 165 മുതൽ 169 വരെയുള്ള ഖണ്ഡികകളും ഒഴിവാക്കിയതിനു പുറമെ 61 പേജുകളും പല ഭാഗങ്ങളിലായി സാംസ്കാരിക വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒഴിവാക്കി. വ്യക്തികളുടെ സ്വകാര്യതയും വ്യക്തി സുരക്ഷിതത്വവും മാനിച്ച് ഇവ ഒഴിവാക്കുന്നതായിട്ടാണ് വകുപ്പ് പറയുന്നത്. അനുബന്ധത്തിൽ പറയുന്ന മൊഴികൾ പ്രധാന റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ ആവർത്തിക്കുന്നതും ഇങ്ങനെ ഒഴിവാക്കിയവയിൽ ഉൾപ്പെടുന്നു. WCCയുടെ നിവേദനത്തെ തുടർന്നാണ് കമ്മിറ്റി രൂപീകരിച്ചത് എന്ന് പറയുന്ന തുടക്കഭാഗത്ത് തന്നെ ചില ഒഴിവാക്കലുകൾ നടന്നിട്ടുണ്ട്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് WCCയുടെ നിവേദനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇത്. റിപ്പോർട്ടിലെ രഹസ്യ വിവരങ്ങൾ പുറത്തു പോവാതിരിക്കാനായി സ്റ്റെനോഗ്രാഫറെ ഒഴിവാക്കി ജസ്റ്റിസ് ഹേമ തന്നെയാണ് 296 പേജുള്ള റിപ്പോർട്ട് മുഴുവൻ ടൈപ്പ് ചെയ്തത്. സെറ്റിൽ വെച്ച് ഉപദ്രവിച്ച ഒരു നടനോടൊപ്പം ഒരു നടിക്ക് തൊട്ടടുത്ത ദിവസം അഭിനയിക്കേണ്ടി വന്നത് അടുത്ത് ഇടപഴകുന്ന രംഗങ്ങളാണ്. നടനോടുള്ള ദേഷ്യവും വിദ്വേഷവും കാരണം ആ ഷോട്ടിന് 17 റീടേക്കുകൾ വേണ്ടിവന്നു എന്നാണ് നടി ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയത്. ആ നടൻ ആരാണെന്ന് പുറം ലോകം അറിയാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ പേരും സൂചന നൽകുന്ന ഭാഗങ്ങളും ഒഴിവാക്കിയാണ് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. 14 പേജുകളാണ് ഇതിനായി സർക്കാർ ഒഴിവാക്കിയത്. സെറ്റിൽ എന്താണ് നടന്നത് എന്ന ഭാഗം റിപ്പോർട്ടിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. തുടർന്നുള്ള ഭാഗം ഇങ്ങനെയാണ്: തൊട്ടടുത്ത ദിവസം അതേ മനുഷ്യനൊപ്പം ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു. കെട്ടിപ്പിടിച്ചാണ് അഭിനയിച്ചത്. അത് ഭീകരമായ അനുഭവമായിരുന്നു. എൻ്റെ മുഖത്ത് ആ നടനോടുള്ള വിദ്വേഷവും വെറുപ്പും പ്രതിഫലിച്ചു. അത് കാരണം ഒരു ഷോട്ട് 17 തവണ എടുക്കേണ്ടി വന്നു. ഇങ്ങനെ പല നടിമാരുടെയും അനുഭവങ്ങളും അതിൻ്റെ അനുബന്ധങ്ങളും അതിൻ്റെ തെളിവുകൾ സഹിതം റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. സ്വകാര്യതയെ മാനിക്കണം, പക്ഷേ ഇത്തരം ഗുരുതരമായ വിഷയങ്ങളിൽ സ്വകാര്യത എന്ന് പറയുന്നത് അത് ആപേക്ഷികമാണ് എന്നുള്ള അഭിപ്രായം സമൂഹ മാധ്യമത്തിലും ഒക്കെ തന്നെ പലരും കമൻറ്റുകളായി പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്രയും ഭീകരമായ ഗുരുതരമായ വിഷയത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് കോടികൾ മുടക്കി അത് തയ്യാറാക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പൊതുസമൂഹത്തിന് അറിയേണ്ട അവകാശമുണ്ട് എന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. സ്വകാര്യത മാനിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത്തരം ഗുരുതരമായ വിഷയം ഇവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് എന്ത് പരിഹാരമുണ്ടാക്കാൻ സാധിക്കും, അതിന് എന്ത് നടപടിയാണ് ഉണ്ടാവുക, ഏതെങ്കിലും തരത്തിലുള്ള നിയമ സംവിധാനത്തിന് കീഴിലേക്ക് ഇത് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്.